നിയമസഭയ്ക്കുള്ളിലെ അപ്രതീക്ഷിത സംഭവങ്ങളും രാഷ്ട്രീയ വൈര്യങ്ങളും എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ടല്ലേ. എന്നാൽ സഭയിലെ ബഹളങ്ങൾക്കിടയിൽ മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും മുതിർന്ന നേതാവ് പിണറായി വിജയനും തമ്മിലുണ്ടായ ആ ഒരു നിമിഷം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഉണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. ഭരണപക്ഷ നിരയിൽ നിന്നും മന്ത്രി ഷിബു ബേബി ജോൺ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ആ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഷിബു ബേബി ജോണിന്റെ വിമർശനങ്ങൾ അതിരു കടന്നപ്പോൾ തൊട്ടരികിൽ ശാന്തനായിട്ട് ഇരുന്നിരുന്ന പിണറായി വിജയനെ നോക്കി കെ.എൻ. ബാലഗോപാൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് രൂക്ഷമായിട്ട് പ്രതികരിക്കുകയായിരുന്നു. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനിടയിൽ ഒരു നിമിഷം തൊട്ടടുത്തിരുന്ന പിണറായി വിജയന്റെ മുഖത്തേക്ക് തിരിഞ്ഞ് ബാലഗോപാൽ ചോദിച്ച വാക്കുകളാണ് പിന്നീട് ആ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. എന്താ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കേണ്ട, അവർ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണോ? ഇതായിരുന്നു ബാലഗോപാൽ സഭയിൽ പിണറായിയോട് ചോദിച്ച ചോദ്യം. ഈ ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർ ഏറ്റെടുക്കുകയും മിണ്ടാതിരിക്കാതെ വലതും വാ തുറന്ന് പറയടൂ എന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് വലിയ ആഘോഷമാക്കുകയും ചെയ്തു. ബാലഗോപാലന്റെ ഈ ഇടപെടലിനെതിരെ ഇപ്പോൾ കടുത്ത വിയോജിപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ. ബാലഗോപാൽ അല്ല ആരായാലും കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പോലെ ഒരു സീനിയർ നേതാവിനോട് സഭയ്ക്കുള്ളിൽ വെച്ച് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നാണ് തിരുവഞ്ചൂർ തുറന്നടിക്കുന്നത്. സഭാ നേതാവ് എന്ന നിലയിലും മുതിർന്ന ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകേണ്ടത് സ്വാഭാവികമാണ്. എന്നാൽ സഭയിൽ ബഹളമുണ്ടാക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും പറയൂ എന്ന് ആവശ്യപ്പെട്ട ബാലഗോപാലിന്റെ ഈ സമീപനത്തോട് തനിക്കൊട്ടും യോജിപ്പില്ല എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. പ്രായം കൂടുംതോറും ആളുകൾക്ക് പക്വത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ അവരുടെ അവശതയായിട്ട് കണ്ട് ശോഭിപ്പിക്കാനോ നിർബന്ധപൂർവ്വം സംസാരിപ്പിക്കാനോ ശ്രമിക്കുന്നത് ഒരു തരത്തിലും ശരിയായ രീതിയല്ല എന്നും ബാലഗോപാലിന്റെ ആ സമീപനം ഒട്ടും ഉചിതമായിരുന്നില്ല എന്നും സ്പീക്കർ അടിവരയിട്ട് പറയുന്നു. ഈ വിവാദത്തെക്കുറിച്ചുള്ള നിലപാടിനൊപ്പം തന്റെ പുതിയ സഭാ കാഴ്ചപ്പാടുകളെക്കുറിച്ചും തിരുവഞ്ചൂർ മനസ്സ് തുറന്നു. ഒരു സർവാധികാരിയായിട്ട് നിലനിൽക്കാതെ എല്ലാവരും സമന്വയത്തോടെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന വഴക്കുകൾ ഇല്ലാത്ത രാഷ്ട്രീയമാണ് തന്റെ സങ്കല്പം. സഭയ്ക്കകത്ത് സ്പീക്കർ സംരക്ഷണം നൽകാൻ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച അദ്ദേഹം ജനപ്രതിനിധികൾക്കിടയിൽ ഒരു ചിറകെട്ടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാഴ്ചവെക്കുന്നത് വളരെ മനോഹരവും കൃത്യതയോടുമുള്ള സൂപ്പർ പെർഫോമൻസ് ആണെന്നും അദ്ദേഹം പ്രശംസിച്ചു.